അപ്പൊ നമ്മളിപ്പോ ട്രീ പാർക്കിലാണുള്ളത്. നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് ഇതാണ് എൻട്രൻസ്. നമ്മൾ കേറിയ പാട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കലൊക്കെ ഉണ്ട്. ഞാൻ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കാര്യം മനസ്സിലാം. ഗൈസ് നമുക്ക് സക്സസ് വരുന്നുണ്ട് തന്നെ പേര് വരുന്നു. അപ്പൊ ഗൈസ് വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടി. നമുക്ക് ഇതിന്റെ മേലൊന്നും ശരിക്കും കേറരുത്. കേറിയാൽ ചിലപ്പോ ഞാൻ പിന്നെ അവിടെ കിടക്കിലായിരിക്കും. അവിടെ തട്ടിക്കൊണ്ട് കൊണ്ടുപോകും. പിന്നെ ഇങ്ങനൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഫുൾ ട്രീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രീസ് പറഞ്ഞാൽ നല്ലൊരു ട്രീസ് ഇല്ലാന്ന് പറ്റില്ല, ഉണ്ട്, പ്രതിമകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പകുതി നാച്ചുറൽ ട്രീസാണ് ഇവിടെ ഉള്ളത്. ട്രീസും മരങ്ങളും. ഇനി നമുക്ക് അടുത്ത സിംബലത്തിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. പിന്നെ ഇതിന്റെ വീഡിയോ കാണൂലേ? അപ്പൊ വന്നിട്ടുണ്ട്. ട്രീ ആണ്. അപ്പൊ ഇവിടെ പിള്ളേരിങ്ങനെ ചുറ്റ നിൽക്കണേ നമ്മളിവിടെ കാണുന്നത്. ഇത് മരം ട്രീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പിള്ളേർ നിൽക്കുന്ന ആക്കിയിട്ട് വെച്ചിട്ട് അവര് പ്രതിമ ഇങ്ങനൊക്കെ ഇങ്ങനെ ആക്കിയാവും. ശരിക്കും രസമല്ല ഇത് ഇത്ര നേരം വെച്ചത്. ശരിക്കും രസമല്ല. ഇതൊന്നും ആക്കി വെച്ചാണ് എന്നൊക്കെ ആക്കി ഇതൊക്കെ പൊട്ടിച്ചാൽ ഞങ്ങൾ വേണം പൈസ കൊടുക്കാൻ. മിക്കതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. നമ്മളിതിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളിതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും മരം വെട്ടരുത്. അതുകൊണ്ടില്ലേ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞു ഇതേ ദിവസം ഇങ്ങനെ അതിങ്ങനെ കാണിച്ചു തരും. അടുത്തത് കിടക്കുന്ന ഇടലാന്ന് പറഞ്ഞു. എന്നിട്ടാണ് എണീറ്റ് വെച്ചത്. പറഞ്ഞു ഇനി നമ്മൾക്ക് ഹലോ ഗൈസ്. അപ്പൊ നമ്മളിവിടെ കേറുമ്പോ തന്നെ ഇങ്ങനത്തെ ബോർഡ് കാണും. നമ്മൾ കേറി വരുമ്പോ തന്നെ ഹിന്ദിയിൽ എഴുതിക്കൊണ്ട് ഇംഗ്ലീഷിലൊക്കെ കന്നഡയില് ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്നുണ്ട്. ആ രണ്ട് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇത് ബാസ്കറ്റ് ഈ വേസ്റ്റ് ബോക്സ് മരത്തിൽ കൊണ്ടുണ്ടാക്കി വെച്ചവര് നോക്കണോ, നോക്കാനോ കാണാനോ നല്ല അടിപൊളി സമയങ്ങളൊക്കെ. എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് വിത്ത് കൊണ്ട് തട്ടുന്ന നടികളാണ്. ഇങ്ങനെ വന്ന് ഇവിടെ കിടക്ക. ഇവിടൊക്കെ വിറ്റിട്ടുണ്ടാവും. ഇവിടെ തന്നെ എനിക്ക് വിത്തിട്ട് കൊണ്ടിട്ട് എന്നിട്ട് ഇവിടെ കുറെ അപ്പമില്ലാതെ ഇന്നതാ ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കൊണ്ടിട്ടുണ്ടല്ലോ കേട്ടോ സത്യമായിട്ട്. എല്ലാം പഠിക്കും ബാക്കിലേക്ക് പോയിട്ട് ഈ നമ്മളെ പിടിക്കുന്നത് അവിടെ പോയിട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഒരു മരുന്നുണ്ടാക്കുന്ന സാധനം കണ്ടു. കാല് പൊടി വരിട്ടു. ഇവിടെ ഒരു മരുന്നുണ്ടാക്കുന്ന സാധനം കണ്ട് സംശയമുണ്ട്. ഇവിടെ ഇങ്ങനെ മരുന്ന് അവരുടെ മരുന്ന് ഇതാണ്.
നമുക്ക് ഇപ്പം മരുന്നുണ്ടാക്കുന്നുണ്ട്. ആ എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വിളിക്കാറില്ല മരുന്നെടുത്താൽ. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. എന്താ കഷ്ണം കിട്ടിയിട്ടുണ്ടായിട്ട് കൊറേ അപ്പുന്നാണ് അങ്ങോട്ട് വീണ്ടും പറക്കുന്നു. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മഴകാലാണെന്ന് അറിയില്ല. ആകാശം പറഞ്ഞു തരുന്ന വണ്ടി ചിമ്മിൽ നോക്കിക്കുന്നത് എന്റെ പറ്റി കൊച്ചാട്ടം എല്ലാവരും. ഞാൻ ആകാശം ചിമ്മിൽ നോക്കിക്കായിരുന്നു അപ്പൊ പിന്നാടി പിന്നെ പക്ഷായിട്ട് പറ്റില്ലെന്ന് എനിക്കറിയില്ല. നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. എടാ ഇത് മുന്നിട്ട് കേറാ ഇത്ര ആരംഭിച്ചു കിട്ടി. കാല് സ്ലിപ്പായി തലഞ്ഞിട്ട് താഴേക്ക് എനിക്ക് താഴേക്ക് നോക്കുന്ന പേടിയാവുന്നുണ്ട്. അമ്മ അയ്യോ അത് വീണ്ടും ചേച്ചി കയറി നോക്കണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യോ താഴേക്ക് എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ താഴെ അറിയിച്ച് നിങ്ങൾ ബാക്കി കയറി പറഞ്ഞില്ല. അപ്പൊ ഇവിടെ നോക്കും ഇങ്ങോട്ടൊന്നും നോക്കി നിങ്ങൾ കാണാ. നല്ല പേടിയുണ്ട്. അന്നേരം മണ്ണൊക്കെ കണ്ടു പേടിച്ച് വരുന്നു. ഞാൻ മണ്ണൊക്കെ കണ്ടിട്ട് എന്നിട്ട് മണ്ണ് കണ്ടിച്ച് മഞ്ഞ തന്നെ കണ്ടിട്ടുണ്ട്. കാട്ടിച്ച് എനിക്ക് നല്ല പേടിയാണ്. അന്ന് മറ്റേ വീട് പോയിട്ട് ചന്തയൊക്കെ കണ്ടു. ആ ചെമ്മീൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്. എവിടെങ്കിലും ചെന്ന് പതിവ് കിടക്കണമെങ്കിൽ ഞാൻ ചവിടുക. ഇത് നോക്കി ഇവിടെ എന്താ ഇരിക്കണെന്ന് പെട്ടെന്ന് തന്നെ ശരിക്കുള്ള ക്രാബം വിചാരിക്കും. ഇവരൊക്കെ പൊട്ടുപോയിട്ടില്ല ഇങ്ങനെ എനിക്കറിയാം. അപ്പൊ ശരിക്കുള്ള ക്രാബം വിചാരിക്കുന്നോട്ട് ശരിക്കുള്ള ക്രാബെന്ന് വിചാരിക്കുന്നു. പിന്നെയുണ്ടോ ഇവിടെ രണ്ട് കണ്ണുണ്ട്. ശരിക്കും റിയലായിട്ട് പീടിച്ച് വെച്ചാണ്. ഇവിടെ ക്രാബിന്റെ ഇവിടെ കടിക്കാവോ ഇവിടെ പിള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊക്കെ വീട് വെച്ചൊരു കാര്യം ഓർത്താൽ ഇവിടെ പോലെ എന്നീ വടിയിൽ എത്തിക്കൊണ്ട് പോകും. ഞാൻ കാണിച്ചതാ നിങ്ങളെ കാണുമെങ്കിലും വാ. അപ്പൊ ഇവിടെ തന്നെ ഓരോന്നും ഓഫീസിന്റെ പ്രതിമ കിടക്കണത്. അങ്ങനെ ചോദില്ലേ ഇന്നത്തെ വെള്ളമൊന്നുമില്ല. അന്ന് എല്ലാവരും അത് അന്ന് ഇവിടെ പൊട്ടി വീണായിരുന്നു സ്റ്റാച്ചു. ഇപ്പുറത്തും വെച്ച് ഇപ്പൊ പ്രതിമ എനിക്ക് പേടിക്കുന്നുണ്ട. പണ്ടുപോലെ മുഴുവൻ വെള്ളം ഇടിഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ നല്ല ചക്കര മുട്ടയും തൊട്ട് കേടാ. ഇപ്പൊ നല്ല ക്യൂട്ടായിട്ടുണ്ട്. കട നമുക്കിത് ഈ കൊച്ചിന് കാണാം. ഇതിലെ ഇതിന്റെ കൊച്ച അത് അന്ന് ഞങ്ങളെ ഇങ്ങനെ ഇരിക്കട ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പൊ അതിനടുത്ത് ഇവിടെ കൊണ്ടുവച്ചാണ്. എനിക്ക് പേടി വന്നുകൊണ്ട് വാക്ക് കണ്ടോ. അപ്പൊ അടുത്ത വരവിൽ കുറെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ കളിക്കാൻ പോവാണ്. ഇവിടെ ചെറിയൊരു സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിയാണ്. അത് ഇന്ന സേവനം കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ പോവും. അപ്പൊ അപ്പൊ ഗൈസ് നമ്മളുടെ ഡാഡി ആട്ടച്ചേർന്ന് എത്ര അടുത്ത് പോകുന്നൊന്നും അറിയില്ല. എന്റെ ഡാഡി ആട്ടാണെങ്കിൽ ഡാഡി നോക്കണം നിൽക്കും. എത്ര അടുത്ത് പോയി ഞാൻ എങ്ങനെയായിരിക്കാന്നൊന്നും അറിയില്ല. ഇപ്പൊ ഇത്ര ഞാൻ കണ്ടില്ല. എല്ലാവരും എനിക്ക് പട്ടായിരുന്നു കൊണ്ട് കയറിയിട്ട് വീണോ. ഇതാണ് എന്താ നമ്മൾ ആരെയും തുമ്പിക്കൈ ഇവിടെ കാണുന്നുണ്ട്.
റിയൽ ശരിക്കും റിയൽ ആണ് എൻ്റെ എത്ര ഉണ്ടാവും. ഇനി ഇതിനകത്തും തീരുന്ന ചെന്നാണ് ഗസ് ഓർക്കാൻ. എന്നെ കണ്ണു നോക്ക്, എനിക്ക് തൊടാൻ പറ്റില്ല. ഞാൻ കണ്ണു നോക്കി കാണിച്ചാലോ ഗൈസ്. കണ്ണ് ഗൈസ് ഇനി ഇത് കൂട്ടിയിടാവും. അതിനടപ്പ് അല്ല മറ്റേ കാക്ക കിട്ടും. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത് ഇപ്പോ ഇവിടുത്തെ ട്രീ പാർക്ക് തന്നെ ഉള്ളത് ഇപ്പോഴും. പക്ഷെ ഇതൊരു സംഭവമാണ്. ഇതിന്റെ മുകളിൽ പണ്ട് കയറായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടെ ഗ്രീൻ്റെ ഇവിടെ ഒക്കെ ആണിക്കോ കൊണ്ട് ചിലപ്പോ കൈ മുറി, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അതാ അപ്പൊ ഗൈസ് നമ്മളിത് ഈ വീഡിയോ ആണ്. ആ മയില് ചിലപ്പോ എന്നെ കൊത്താൻ വരുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്. ഇതാർക്കും പറയാൻ പറ്റില്ല. പിള്ളേർ എന്നെ പോലെ പിള്ളേർക്ക് കുറിച്ച് താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ഒരിക്കലും ആട്ടിക്കൊണ്ടിരിക്കരുത്. അറ്റത്തെത്തുമ്പോ ഇത് ടൈമാക്കല്ലേ. എനിക്ക് ഞാൻ വിടർത്തുന്നു. ഞാൻ വിട്ട പിന്നെ ഞാൻ വീഴും. അതിനാണ് താഴെ വീഴു. കാക്കതാ പറ്റാത്ത താഴെ വീഴു. അപ്പോ ഞാൻ ഉള്ളത് ഇപ്പോ ഇപ്പുറത്ത് തന്നെ ഓരോ സ്ഥലത്തേക്ക് ഉള്ളത് തെയ്യത്തിന് സ്ഥലമാണിത്. തെയ്യം ഉദ്ദേശിച്ചാൽ ശരിക്കും ഇത് ബാക്കിലാണ് ഒരു മനുഷ്യൻ നിൽക്കുന്ന ശരിക്കുള്ളൂ. എങ്ങനെയാണ് ആക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്രയ്ക്കും പെർഫെക്റ്റ്ലി ആക്കിയത്. എനിക്ക് നല്ല പേടിയാവും. മൂന്നോളം വല്ല പറ്റിയോ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അടുത്തേക്ക് പോകുമ്പോൾ പേടിയാവൂല. എന്നിട്ട് ഇതെല്ലാക്കിട്ട് അടിയിലൊരു പാമ്പുണ്ടാവോ? പാമ്പൊന്നുമില്ല. നോക്ക്, വാളാണിത്. അയ്യോ പേടി. ഏതാണ്ടാ ഇങ്ങനെ ഇങ്ങനെ കേൾക്കാം. ഇത്രയും മനുഷ്യന്മാരെ ഞാൻ കൂടി കണ്ടിട്ടില്ല. ഇത് പ്രതിമയാണ്, ശരിക്കുള്ളതല്ല. മറ്റേ കണ്ട മഞ്ഞിക്കായിട്ട് മഞ്ഞിക്കായിട്ട് ഇങ്ങനെ കണ്ടോ ഗൈസ്? നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അക്ഷരാണ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത്? ഇത് രക്ഷകാലം ഇവിടെ എഴുതി വെച്ചിരിക്കണേ. എങ്ങനത്തെ പോകുന്നു എനിക്കൊന്നും അറിയില്ല. രക്ഷഗാനം എനിക്ക് നല്ല പേര്. അയ്യോ നോക്ക്, വാള് റിയൽ വാളല്ലേ ഇത്? റിയൽ വാളാണോ? അല്ല, എനിക്ക് പേടി വന്നു വാളുണ്ട്. ഇതെന്താ?
സംഭവം? ഓ അത് മച്ച അടിക്കുന്ന സാധനം. ഇത് ചണ്ട, എനിക്ക് മനസ്സിലായി. പിന്നെ എന്താണ്, ഇപ്പുറത്തൊരു തീയുണ്ട്. എനിക്ക് അനക്കാനും പറ്റില്ല. അയ്യോ അങ്ങനെയുള്ളത്. അപ്പം ഇത് കണങ്ങും അനങ്ങോട്ടെ. അനങ്ങിട്ട് പൊട്ടി വീഴോ? നനവുണ്ട്. ഇപ്പുറത്തെ കയ്യിലുണ്ടാവുമല്ലോ. ആ അനങ്ങുണ്ട്. ഇത് കനങ്ങുണ്ട്. ഇതെന്നെ കാണാൻ പറ്റുന്നുണ്ട് ബേസി കണ്ണാടി ചില്ല്. പിന്നെ ഇവിടൊക്കെ കണ്ണാടി ചില്ലുണ്ട്. റൗണ്ട് ഷേപ്പ്, ഓരോ ഷേപ്പ് കണ്ണാടി ചില്ലുണ്ട്. ഇതാണെങ്കിലും മറ്റേ ഡ്രമ്മ് തന്നെ. എനിക്ക് ഫിംഗറൊന്നും കാണാൻ പറ്റൂല. ആ നോക്കി ഗൈസ്, ഇതിലുണ്ടോ? ഇയാളുടെ മുഖം നോക്കിയേ. ഇയാളുടെ മുഖം, ഇയാളുടെ മേല് നോക്ക് ഗൈസ്. കാളയാണ്. കാളയാട്ടോ. കമ്പളയാ? കമ്പള ഇതുണ്ടോ? കാളയും രണ്ടാമത്തിനും കെട്ടിരിക്ക. മറ്റേ കാളയുണ്ട് അപ്പുറത്തും. അപ്പൊ 2 പേരുണ്ടാ? ഞാൻ കണ്ടില്ല. അങ്ങനെ മൂക്കിൽ കൂടെ കയറണം നമ്മ. അങ്ങനെ മൂക്കിൽ കൂടെ കയറണ്ട ആളോടെ. നമുക്ക് കാണാം. വെള്ളം വരണം. ഇതൊന്നുമില്ല കൈ ആക്കണ്ടി പേടിയാണ് കാണുക. ഞാൻ മേലെ ചെളി പറഞ്ഞിരിക്കാം. എനിക്ക് ഇതൊക്കെ പൊട്ടിപ്പോവും. നിങ്ങൾ അയ്യോ വന്ന പീക്കോക്ക എവിടെ? ആ കണ്ടു പീക്കോക്ക്. പീക്കോക്ക് ആ പോയി. നമുക്ക് അവിടെ തന്നെ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇയാളുടെ കാലിന് കൊള്ളിയിട്ട് കയറാൻ കൊണ്ടടിക്കാന്ന്. ഇവിടെ ഈ ഒരു കൊള്ളിയിലെന്തെല്ലാം സ്റ്റാൻഡ് ചെയ്ത് നിർത്തിച്ചൊന്നും കണ്ടില്ല. ഇത് ഇരുമ്പാണെന്നാ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തൊടാത്ത്. ഇയാളുടെ കാലിൽ കൊള്ളി കെട്ടിച്ചേരി പോയി. അതിനപ്പ ശ്രദ്ധിച്ചത് ഇയാളുടെ വായ നോക്കിയേ. ഇതൊരു വായ അല്ലേ? നമുക്കടുത്ത ഇതവർ പൊട്ടിപ്പോയ മുഖം അവിടെ വെച്ചിരിക്കായിരുന്നു. ഞാൻ അത് എടുത്തു നോക്കി പിന്നീട് ഇങ്ങനെ കണ്ട് അങ്ങനെ വെച്ചിരിക്കായിരുന്നത്. ഞാൻ ഇവിടെ നിന്ന് എടുത്ത് നോക്കിയപ്പോ കണ്ട ഒരു മുഖമായി കിടക്കണത്. നമുക്ക് നേരെ മച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ ഇന്നത്തെ സ്ഥലമുണ്ട്. നമുക്ക് പോവാം ഗൈസ്. നേരെ നമ്മൾ അവിടുന്ന് നടന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു വഴിയുണ്ട്, ഉദ്ദേശിച്ച വഴി. നമുക്ക് നേരെ പോവാം. നമുക്ക് ഞാൻ ബാഗ് എടുത്ത് പറിച്ചോളൂ. നമുക്ക് ഇന്നത്തെ ഒരു ബീച്ചാണ്. ഇവിടെ നല്ല ബീച്ചായി. അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. എന്തിനു ബീച്ചമ്മാ? നമുക്ക് അതിൻ്റെ കൂടെ കയറാം. പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ കൂടെ കയറാൻ ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ബീച്ചാണത്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന മേടിച്ചിട്ട് ഇറങ്ങാം.
അറിയാല്ലേ? നമുക്ക് ടവറിന് മേലെ കയറണം. അവിടെ കയറാൻ എൻട്രൻസ് ഉണ്ട്. നമുക്ക് ടവറിന് മേലെ കയറാം. നല്ല ടവറാണത്. ഞാൻ താഴേക്കാണ്. വാ വാ കയറില്ലേ? നല്ല പാടിയാവുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കയറിയാണ്. ഇത് ഡാഡി വാ, ഇങ്ങോട്ട് വാ. ചിലപ്പോ അത് താഴേക്കുള്ള എനിക്ക് പണി കഴിയും. ഞാൻ ഇറങ്ങാണേ. എനിക്ക് നല്ല രസമുണ്ട്. ആ കമ്പ്, ഒരു കമ്പ് ഞാൻ മുകളിൽ നിട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കേട്ടോ. എപ്പോ വരാ? അവിടെ തന്നെയല്ല. പിന്നെ പോയേ ഈ കമ്പ് ചീട്ടിണ്ട് തിരിച്ച്. പിന്നെ നമുക്ക് മുകളിൽ പോയിട്ട് ഈ കമ്പില്ലേ കാണിച്ചു. അവിടെ നമുക്ക് ഈ കമ്പ് കഴിക്കാം. താഴെ പോയി നിന്നിട്ടുണ്ട്. നമുക്ക് താഴെ പോയി അവിടെ എഴുതിയിട്ടുണ്ട് ഡോണ്ട് ടച്ച്. എവിടെ പോയി? ഒരു ഫോട്ടോ എടുക്കും.
കമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്പ് തിരിച്ചു കിട്ടി. അപ്പൊ ഗൈസ് എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.